ഇന്നസെന്റ് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു ഫൺ എന്റർടൈനർ ആണ്. ഫൺ എന്റർടൈനർ എന്ന് പറയുമ്പോൾ വെറുതെ ഒരു പ്ലോട്ടൊന്നുമില്ലാതെ ഉള്ള എന്റർടൈനർ അല്ല, ബട്ട് ദെൻ കുറച്ച് കാര്യങ്ങൾ സിനിമ പറയുന്നുണ്ട്. ആ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ കണ്ടന്റ് അല്ലെങ്കിൽ വൈറലാവുന്ന സോഷ്യൽ മീഡിയ കണ്ടന്റ്. അതുപോലെ ഈ സിനിമയിൽ ഏറ്റവും കാര്യമായിട്ട് പറയുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ കംഫർട്ട് സ്റ്റേഷനുകൾ. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് ആണെങ്കിലും അതുപോലെ പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ്, ഇവിടെയൊക്കെ ഒരു വൃത്തിയായിട്ടുള്ളൊരു പരിപാടി ഉണ്ടോ, വൃത്തിയുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ക്ലീൻ ആയിട്ടാണ് ഈ പരിപാടികളൊക്കെ അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ സ്റ്റേഷൻസ് ഒക്കെ ഉള്ളത്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് പറയുന്നുണ്ട്. അത് ആക്ച്വലി പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും പബ്ലിക് ടോയ്ലറ്റും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും, എസ്പെഷ്യലി സ്ത്രീകൾക്കൊക്കെയുള്ള ആ ഒരു പരിപാടി. പക്ഷെ അത് സിനിമയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ബട്ട് ദെൻ കണക്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടികളാണ് സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് മെയിനായിട്ടൊരു ഹൈലൈറ്റ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ സിനിമയിൽ മെയിനായിട്ട് ഇതിൻ്റെ ഒരു സറ്റയറാണ്. നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റത്തിനെതിരെയുള്ള ഒരു സിനിമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിനെതിരെ അല്ല, ബട്ട് ദെൻ ഒരു ക്രിറ്റിസിസം ഇൻ ദ ഫോം ഓഫ് കോമഡി അല്ലെങ്കിൽ ഒരു സറ്റയറാണ് സിനിമ. സറ്റയർ എന്ന് പറഞ്ഞാൽ ഒരു പക്ക സറ്റയർ എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ദെൻ ഒരു ദേ ഹാവ് ട്രൈഡ് ടു സേ സംതിങ്. എന്തായാലും അതൊരു ഒരു ഒരു രസമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു ഭയങ്കര ഒരു ആരെയും അങ്ങനെ ഭയങ്കര വെറുപ്പിക്കാൻ ആയിട്ട് ശ്രമിച്ചിട്ടില്ല, ബട്ട് ദെൻ ജെന്യുവൻ ആയിട്ടുള്ള കുറച്ച് പരിപാടികൾ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു പരിപാടി ആൾക്കാർ എങ്ങനെ വൈറലാവുന്നു, വൈറലായി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നെല്ലാം സിനിമ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ വൈറലാവുന്ന ആൾ നമ്മുടെ അൽതാഫ് സലീം ചെയ്തിരിക്കുന്ന ക്യാരക്ടറാണ്. അത്രേ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാവും. എന്താണ് പരിപാടി, അയാളാണ് ഫൈറ്റ് ചെയ്യുന്നത് ആക്ച്വലി അഗെയിൻസ്റ്റ് ഓൾ ദീസ് പ്രശ്നങ്ങൾ റിഗാർഡിങ് ദിസ്. എന്താ പറയുക, നമ്മുടെ കംഫർട്ട് സ്റ്റേഷൻ, അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി. അതെ, ഫുഡിനെ കുറിച്ചിട്ട് വളരെ കാര്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ ഭക്ഷണപ്രിയരാണ്. യൂട്യൂബ് ചാനലുകളൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു വ്ളോഗിങ് പരിപാടിയെല്ലാം കണ്ടിട്ട് പലരും പല ഹോട്ടലിലും പോയിട്ട് ചിലവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരിക്കാം, ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പം ഫുഡ് സേഫ്റ്റി എത്രത്തോളം ആവശ്യമുള്ളൊരു പരിപാടിയാണ്. ഒരു നല്ലൊരു ജനതയ്ക്ക് ഒരു നമ്മുടെ വയറിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ സിനിമയിൽ നന്നായിട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എത്തരത്തിലാണ് സിനിമ നമ്മളെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന ഒരു സിനിമ കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന ഇന്നസെന്റ് എന്ന് പറയുന്ന സിനിമ. അപ്പം എന്തായാലും ഇതിൻ്റെ ആക്ടേഴ്സ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അൽതാഫ് സലീം ആണെങ്കിലും അനാർക്കലി മണിക്കാറാണെങ്കിലും അതുപോലെ ജോമോൻ ജ്യോതിർ, ഇവരൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഇന്നസെന്റ്.